നമ്മൾ കേട്ടിട്ടില്ലേ, ചിലരെ പരിചയപ്പെട്ടതോടുകൂടി നമ്മുടെ ജീവിതം മാറി മറിഞ്ഞു എന്നൊക്കെ ഇല്ലേ? നമ്മൾ ഒത്തിരി പേര് തന്നെ എനിക്ക് ഇത്രയും കാലം കിട്ടാത്തല്ല, ഞാൻ ഇപ്പോൾ ഉള്ള കൂട്ടെൻ്റെ അടിപൊളി കൂട്ടാ, ഇപ്പം എനിക്ക് നല്ല 2 ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നതാണ്. ഓഫീസിലാണെങ്കിലും നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ, എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? അതാണ് നമ്മുടെ ജീവിതം മാറ്റിമറിയുന്നത്. എന്നാൽ ചിലരെ കിട്ടിക്കഴിയുമ്പോഴോ നമ്മുടെ ജീവിതം ഒന്നുമല്ലാതെയാകുകയും ചെയ്യും. നമ്മൾ ഏതെല്ലാം ദുശീലങ്ങളുണ്ടോ, ഏതെല്ലാം ചീത്തക്കൂട്ടുകളുണ്ടോ, ഏതെല്ലാം അധപ്പതനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നോ, അതെല്ലാം ചിലരെ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുപോലെ തന്നെയാണ് ചില കുടുംബ ബന്ധങ്ങളും. നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതത്തിലേക്ക് ചിലർ കയറി വരുമ്പോൾ, ചില ഭാര്യയാകാം, ചില ഭർത്താക്കന്മാരാകാം, ആ കുടുംബജീവിതം അതോടുകൂടി ഒന്നുമല്ലാതാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചേരേണ്ടിടത്ത് ചേർന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ ഇല്ലേ? പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക. കുടുംബജീവിതത്തിലാണെങ്കിൽ, സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക, അത്രമാത്രം. ചേരേണ്ടത് ചേർക്കുക, ചേരാത്തത് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഴച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും, പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഇരിക്കും. അപ്പം നമുക്ക് ചേരുന്നത് നമ്മൾ ചേർത്ത് നിർത്തുക, അതിനെ കളയാതിരിക്കുക, അതിനെ പരമാവധി തേച്ചൊരച്ച് വജ്രമാക്കിക്കൊണ്ട് പ്രഷ്യസ് ആക്കിക്കൊണ്ട് നടക്കുക. ചേരാത്തതുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ ഒഴിവായി പോരുക, കളഞ്ഞേക്കുക. അതിലൊന്നും വിഷമം വിചാരിക്കേണ്ട ആവശ്യവുമില്ല. നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതേ വരുത്തുകയുള്ളൂ, നമ്മളെ നല്ല നിലയിലെത്തിക്കുകയും ചെയ്യും. ശരിയാണോ ഞാനീ പറഞ്ഞത്?